Good afternoon to all. Yeah, good afternoon. Good afternoon, ma'am. Okay. Good afternoon, ma'am. Yeah, good afternoon. Then how are you all? Yeah, okay, going well. Okay, yeah. പിന്നെ എന്താണ് ക്ലാസ്സിൽ അത്യാവശ്യം പോർഷൻസ് എല്ലാം കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ? ഇംഗ്ലീഷിനെ ബേസ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടോ? പറയൂ. ഏതെങ്കിലും പോർഷൻ അറിയാത്തുണ്ടോ? അല്ലെങ്കിൽ ഒന്നുകൂടെ അറിയണം എന്ന് ആഗ്രഹമുണ്ടോ? ഞാൻ ക്ലാസ്സിൽ ഒരു ടോപ്പിക് തന്നിട്ടുണ്ടായിരുന്നു. എൻവിറോൺമെന്റിനെ കുറിച്ച് സംസാരിക്കാൻ ടോപ്പിക് ഞാൻ തന്നിരുന്നോ? പറയൂ. തന്നിരുന്നു എന്നല്ല, തന്നിരുന്നു. പക്ഷെ ആരും ഇതിനെ പ്രസന്റ് ചെയ്തിട്ടില്ല. ആരെങ്കിലും പ്രിപ്പയർഡ് ആണോ? പ്രിപ്പയർഡ് ആണോ? യെസ് ഓർ നോ? എന്തെങ്കിലും പറയൂ, ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയൂ. യെസ്. കഴിഞ്ഞ ജൂൺ 5 തന്ന ടോപ്പിക് ആണ് കേട്ടോ. ഇതുവരെ ഞങ്ങൾ പ്രസന്റ് ചെയ്തിട്ടില്ല. ഓക്കെ, വെരി ഗുഡ്. നല്ല സ്റ്റുഡൻസ് ആണ് നിങ്ങൾ, എനിക്കറിയാം. ഓക്കെ, പിന്നെ എന്താണ്, നിങ്ങള് കോൺവേർഡ് എടുക്കണ്ടോ? കോൺവേർഡ് ഇനി പവർ ടോപ്പിക് മാത്രമേ ഉള്ളൂ എടുക്കാൻ, ബാക്കിയെല്ലാം ഞാൻ എടുത്തു. ഓക്കെ, ഇത് ശരിക്കും ഹോസ്റ്റൽ അഡ്മിനിസ്ട്രേഷന് നമ്മുടെ ലാംഗ്വേജ്, അതായത് ഇംഗ്ലീഷ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഗ്രാമർ എടുക്കാനല്ല കേട്ടോ. അത് നിങ്ങളോട് ഞാൻ പറയാണ്, ഗ്രാമർ ക്ലാസ് അല്ല ശരിക്കും ഇത് കേട്ടോ. അശ്വതി കഴിഞ്ഞ ക്ലാസ്സിലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ല, ഓക്കെ, ഞാൻ ഗ്രാമർ എടുക്കാൻ കാരണം നിങ്ങൾക്ക് ആരും ഗ്രാമർ അറിയാത്തത് കൊണ്ടാണ്. അങ്ങനെയാണ് അത് പിന്നെ ഒരു ഗ്രാമർ ക്ലാസ് ആയിട്ട് മാറിയത്. ഈ നമ്മുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാനായിട്ട്, സ്കില്ല്, സോഫ്റ്റ് സ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് ഈ കോഴ്സിൽ ഇംഗ്ലീഷ് ക്ലാസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇതുവരെയും ആരും ആ ഒരു സ്കില്ലിന് വേണ്ടി നമ്മൾ ക്ലാസ് ഇതുവരെ യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. ഓക്കെ, കുറവാണ്, സംസാരിക്കുന്നവർ തന്നെ കുറവാണ്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഗ്രാമർ ക്ലാസ് ആണെന്ന് പറയാൻ പാടില്ല. മനസ്സിലായോ? കാരണം എല്ലാവരും ചിന്തിക്കുന്നത് അങ്ങനെയാണ് കേട്ടോ. ഹോസ്റ്റൽ അഡ്മിനിസ്ട്രേഷനിലെ ഇംഗ്ലീഷ് ക്ലാസ് ഗ്രാമർ ക്ലാസ് ആണ് എന്നാണ് എല്ലാവരും പോയി ചിന്തിക്കുക. കാരണം ഗ്രാമർ എടുക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ഇംഗ്ലീഷ് ഒക്കെ അറിയാത്തതുകൊണ്ടും ഗ്രാമർ അറിയാത്തതുകൊണ്ടാണ് നമ്മൾ ഗ്രാമറിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ എല്ലാ ക്ലാസ്സിലും ഞാൻ ഗ്രാമറിൽ സ്റ്റാർട്ട് ചെയ്യെങ്കിലും അവരെ കൂടെ കുറച്ചിങ്ങനെ സംസാരിപ്പിക്കുമായിരുന്നു. ഈ ക്ലാസ്സിൽ എനിക്ക് അതുപോലും പറ്റിയിട്ടില്ല കേട്ടോ. നിങ്ങള് സംസാരിക്കുന്നതിന് വളരെ കുറവാണ്. ഇങ്ങനത്തെ ഒരു ക്ലാസ് എനിക്ക് ഇതുവരെയും കിട്ടായിട്ടില്ല. എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, ഇതുവരെയും ആയിട്ട് ഇപ്പൊ കോഴ്സ് കംപ്ലീറ്റ് ആവാറായി, 1 മാസം കൂടി ഉള്ളൂ ക്ലാസ്. എന്നിട്ട് പോലും നിങ്ങൾ ഇംഗ്ലീഷിൽ ഇതുവരെയും മര്യാദക്കൊന്നും സംസാരിച്ച് ഞാൻ കേട്ടിട്ടില്ല. ഓക്കെ, അതിനെ കുറിച്ച് നിങ്ങൾക്ക് സംസാരിക്കാൻ അറിയാം, അങ്ങനെ ഒരു കപ്പാസിറ്റി നിങ്ങൾക്കുണ്ട്. പക്ഷെ നിങ്ങളത് എന്തോ ക്ലാസ്സിൽ സംസാരിക്കുന്നില്ല. അറിയില്ല എന്തുകൊണ്ടാണ്. ഇംഗ്ലീഷ് മനസ്സിലാവാത്തോണ്ടാണോ ഇംഗ്ലീഷ് അറിയാത്തോണ്ടാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാം, മനസ്സിലാവുന്നുണ്ട്, ക്ലാസ് ഓക്കെയാണ്, നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് എന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നത്. കേൾക്കുമ്പോൾ സന്തോഷം. പക്ഷെ അത് ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടെങ്കിൽ പോലും അത് ക്ലാസ്സിൽ ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ഓക്കെ ആണോ? ഞാൻ പറയുന്നത് ശരിയല്ലേ? സത്യമല്ലേ? ഈ ക്ലാസ്സിൽ നിസ്സാരം സ്റ്റുഡൻസേ ഉള്ളൂ. ഒരു 5 or 6 സ്റ്റുഡൻസ് നമ്മുടെ ക്ലാസ്സിലുള്ളൂ. അത്രയും പേര് പോലും സംസാരിക്കാൻ റെഡിയല്ലെങ്കിൽ പിന്നെ ഞാൻ അങ്ങോട്ട് എന്ത് ക്ലാസ് എടുക്കണ്ടെന്ന് പറഞ്ഞിരുന്നു നിങ്ങള്. ഇനി എല്ലാവരും അങ്ങോട്ട് പ്രാക്ടിക്കൽ സെഷൻ ആയിരുന്നു. ഓക്കെ, ഇനിയിപ്പോ നെക്സ്റ്റ് തേഴ്സ്ഡേ ക്ലാസ് ഉണ്ട്. സോ ഞാൻ എന്താ എടുക്കണ്ടേ? ഈ സംസാരിക്കാത്തവരോട് എന്താ പറയേണ്ടതെന്ന് പറയൂ നിങ്ങള്. എന്തെങ്കിലും ഒന്ന് പറയോ ക്ലാസ്സില്?
നിങ്ങൾക്ക് ഇംഗ്ലീഷ് കൊണ്ട് വല്ല ഉപകാരം ഉണ്ടായിട്ടുണ്ടോ ക്ലാസ് കൊണ്ട്? ഇത്രയും 6 മാസത്തെ കോഴ്സ് ആയിരുന്നത്. സോ ഈ 6 മാസം നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട്, ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ ഇമ്പ്രൂവ്മെന്റ് എങ്കിലും ഉണ്ടോ? പറയാമോ ആരെങ്കിലും? ശാലിനി, ഷഹന, ഷൗമ, സുഹാന, അശ്വതി, ആൻസി, ആരെങ്കിലും ഒന്ന് സംസാരിക്കോ? ഉണ്ട്. ഒറ്റ വാക്കിൽ അവസാനിപ്പിച്ചു. ഉണ്ട്. ഓക്കെ. ദെൻ ഇനി ആർക്കെങ്കിലും ഉണ്ടോ? എനിക്ക് ഇല്ലെന്ന് പറഞ്ഞോളൂ കേട്ടോ. ഇല്ല മാം, എനിക്ക് 6 മാസം കൊണ്ട് ഞാൻ ഇംഗ്ലീഷ് തോന്നുന്നു കിട്ടിയിട്ടില്ല, എനിക്ക് വലിയ ഇമ്പ്രൂവ്മെന്റ്സ് ഒന്നുമില്ല എന്നാണെങ്കിൽ അത് പറയാം. ഓപ്പൺ ആയിട്ട് തന്നെ നിങ്ങൾക്ക് പറയാം. ഇനി അങ്ങോട്ട് ഇംഗ്ലീഷ് ക്ലാസ് വേണമെന്നുണ്ടോ? പറയൂ. എന്തോ ഒന്നും മിണ്ടാതെ നിങ്ങൾ ഈ മിണ്ടാതിരിക്കുമ്പോൾ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ എന്റെ അവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കിയേ. നിങ്ങൾ എപ്പോഴെങ്കിലും അശ്വതി ആണെങ്കിൽ പോലും, അശ്വതി കുട്ടി ട്യൂഷൻ എടുക്കുന്നുണ്ട്. അശ്വതി ട്യൂഷൻ എടുക്കുന്ന സമയത്ത് ഒരു കുട്ടി ചോദിക്കുക, അശ്വതി കുട്ടിയോട് സംസാരിക്കുകയാണ്. ആ കുട്ടി ഒന്നും മിണ്ടുന്നില്ലെങ്കിൽ അശ്വതിക്ക് എന്താ തോന്നാം? കാരണം അശ്വതി പറയാൻ കാരണം അശ്വതി ട്യൂഷൻ എടുക്കുന്നോണ്ടാണ് കേട്ടോ. ബാക്കി എല്ലാവർക്കും ഇങ്ങനെ മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ട് പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. കാരണം നമ്മൾ ഒരു കാര്യം സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് മിണ്ടിയില്ലെങ്കിൽ, റെസ്പോൺസ് ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഓപ്പോസിറ്റിലെ ടീച്ചേഴ്സിന് അത് ഭയങ്കര ബോറായിരിക്കും. യെസ്, ബോറായിരിക്കും, ശരിയല്ലേ? അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഞാൻ ഇത്രയും നാളെ ക്ലാസ് എടുത്ത് എങ്ങനെയാണെന്ന് ആലോചിച്ച് നോക്കൂ. ഇതുപോലൊരു ക്ലാസ് എനിക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല. ഫസ്റ്റ് ടൈം ആണ് കേട്ടോ. ബാക്കി എല്ലാ ക്ലാസ്സിലും എല്ലാവരും അത്യാവശ്യം ആക്റ്റീവ് ആണ്, ഇന്ററാക്ട് ചെയ്യാറുണ്ട്. ഇംഗ്ലീഷ് ക്ലാസ് അറ്റൻഡ് സ്റ്റുഡൻസ് ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇതുപോലെ സംസാരിക്കാത്ത ഒരു ബാച്ച് ഞാൻ ഒരിക്കലും നിങ്ങളെ മറക്കില്ല. ഓക്കെ, നമ്മൾ സംസാരിക്കുന്ന ബാച്ചും സംസാരിക്കാത്ത ബാച്ചിന് നമ്മൾ ഓർത്തു വെക്കുന്ന അറിയാറില്ലേ? അതുപോലെയാണ് കേട്ടോ. നിങ്ങളെ ഞാൻ മറക്കില്ല. ഓക്കെ, എപ്പോഴെങ്കിലും കോൺവെക്കേഷൻ ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഇത്രയും പേരെ എന്നെ അറിയുന്നത് നിങ്ങൾക്ക് ഇത്രയും പേർക്ക് മാത്രമാണല്ലോ. വന്ന പറ്റിയാൽ ഒന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ ചിരിക്കുകയും ചെയ്യാം. ഓക്കെ, ചുമ്മാ തമാശക്ക് പറയുന്നതാണ്, പക്ഷെ ഇത് കുറച്ച് സത്യമാണ് കേട്ടോ. പിന്നെന്താണ്? ആ, ഓർക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ. നല്ല കാര്യം. ഓക്കെ, നല്ല മറുപടിയാണ് കേട്ടോ. അപ്പൊ എന്നെ ഓർത്തോ നിങ്ങള്? എത്ര കുറെ സംസാരിച്ചിട്ടും ഞങ്ങൾ മിണ്ടാത്തൊരു ടീച്ചറാണ് അശ്വതി ടീച്ചർ എന്ന് പറഞ്ഞ് ഓർക്കില്ലേ? ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഒന്ന് സംസാരിച്ചൂടെ ടെക്സ്റ്റ് ചെയ്യുന്ന നേരം കൊണ്ട്? ഞാൻ ക്ലാസ്സിൽ ടെക്സ്റ്റ് ചെയ്യാം എല്ലാരും. കോൺഗ്രഡ് എന്താണ്, അല്ലെങ്കിൽ എഡാർ സ്പീച്ച് എന്താണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ടെക്സ്റ്റ് ചെയ്യട്ടെ? ഉണ്ടാത്ത സ്റ്റുഡൻസ് ആണ്. ക്ലാസ്സിൽ ഫസ്റ്റ് ജോയിൻ ചെയ്ത് ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്. മിസ് എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ആഗ്രഹമാണ് മിസ്സേ, ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരാണ് ഇപ്പൊ ഒന്നും ഉണ്ടാത്തത്. കൊള്ളാം, നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക്. അന്ന് സംസാരിച്ചിരുന്ന സ്റ്റുഡൻസ് എല്ലാവരും ഇപ്പൊ സംസാരിക്കുന്നില്ല. അതാണ് നിങ്ങളുടെ ഇമ്പ്രൂവ്മെന്റ്സ്. ഓക്കെ, യു ആർ ഇംപ്രൂവ് എ ലോട്ട്. ഓക്കെ, ഞാൻ പഠിപ്പിച്ചെല്ലാം ഓർമ്മയുണ്ടോ? സംസാരിക്കണ്ട, രണ്ടെങ്കിലും സംസാരിക്കണ്ട എന്നോട്. ഓക്കെ, ക്ലാസ്സിൽ ആരും സംസാരിക്കേണ്ട ഇനി ടെക്സ്റ്റ് ചെയ്യാൻ പറ്റില്ലേ? നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ച ഓർമ്മയുണ്ടോ? തമ്പായി ടെക്സ്റ്റും പോയി ഇപ്പൊ ഇമോജീസ് ആണ്. ഓക്കെ, തമ്പ് ഓർമ്മയുണ്ട്. ഞാൻ പഠിപ്പിച്ചൊക്കെ മനസ്സിലായോ നിങ്ങൾക്ക്? യെസ് മാം. സംസാരിച്ചു. സമാധാനം, ഓർമ്മയുണ്ട്, മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, എല്ലാ ഗ്രാമറിലെയും ഇതുപോലെ ഞാൻ ഒരു ആൾക്കും ഗ്രാമർ എടുത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഒരു ക്ലാസ്സിലും ഇത്രയും ഡീറ്റെയിൽ ആയിട്ടും നമുക്ക് കമ്മ്യൂണിക്കേഷൻ ആവശ്യമില്ലാത്ത പോർഷൻസ് അടക്കം നിങ്ങൾക്ക് ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, അതെന്തുകൊണ്ടാണെന്നറിയോ? സംസാരിക്കാത്തതുകൊണ്ടാണ്. സംസാരിച്ച് ക്ലാസ് അങ്ങോട്ട് പോകുന്നില്ല. അവിടെ ഞാൻ എന്താ എടുക്കണ്ടേ? സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ ടൈംസും എല്ലാം വേഗം കംപ്ലീറ്റ് ചെയ്തു. ഇനിയെങ്കിലും പ്രാക്ടിക്കൽ സെക്ഷനിലേക്ക് പോകാനോ, ഇന്ററാക്ഷൻ സെക്ഷനിലേക്ക് പോകാനോ എന്ന് വിചാരിച്ചു. എല്ലാം പെട്ടെന്ന് തീർത്തു. എന്നിട്ട് എവിടെയും നിങ്ങൾ ഇന്ററാക്ട് ചെയ്യുന്നുണ്ടോ? എന്തൊക്കെ ചോദിച്ചാലും നിങ്ങൾ ഒരു അക്ഷരം ഇണ്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി ഇങ്ങോട്ട് പോയിട്ട് ഇത് ശരിയാവും, ക്ലാസ് മുന്നോട്ട് പോകണം. ഓക്കെ, അതിനുവേണ്ടി കമ്മ്യൂണിക്കേഷൻ ആവശ്യമില്ലാത്ത ടോപ്പിക് വരെ ഞാൻ ക്ലാസ് എടുത്തു. അതായത് ഗ്രാമറിൽ ഉള്ളതാണെന്നെല്ലാനും
നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ. പക്ഷെ നിങ്ങൾക്കത് പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. കാരണം ഒരു സോഫ്റ്റ് സ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഡയറക്ട് സ്പീച്ച് ആക്ടിവിറ്റീസിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഇല്ലാന്നേ പറയാൻ പറ്റും. അതിനൊട്ട് ആവശ്യമില്ല. അങ്ങനത്തെ ഒരു സ്കിൽ ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ സംസാരിച്ചേ പറ്റും. സംസാരിക്കാൻ വേണ്ടിയുള്ളതെല്ലാം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ സംസാരിക്കാത്തതുകൊണ്ട് എനിക്ക് ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേറെ വഴിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഗ്രാമർ അത്യാവശ്യം കവർ ചെയ്തു. ഓക്കെ, എല്ലാം നിങ്ങൾക്ക് അറിയാം. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും കേട്ടോ. എന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്കത് ഞാൻ പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അത് വേസ്റ്റ് അല്ല കേട്ടോ. ശാലിനി എന്തെങ്കിലും പറയാൻ വരികയാണോ, അല്ലെങ്കിൽ അറിയാതെ അഡ്മിറ്റ് ആയതാണോ? ഓക്കെ, അറിയാതെ അഡ്മിറ്റ് ആയതാണ് ആണോ? അതെ, മനസ്സിലായി. എനിക്ക് പറയണ്ട, മനസ്സിലായി. ഓക്കെ, അപ്പോ ഇനി ഞാൻ എന്തെടുക്കാനാണ്? എന്റെ ഒരു ടോപ്പിക് ഇല്ല. ഗ്രാമർ എല്ലാ ടോപ്പിക്കും കഴിപ്പില്ല. ഇനി എന്താ ഞാൻ ചെയ്യണ്ടേ? എല്ലാ ദിവസവും ക്ലാസ്സിൽ ഞാൻ വന്നിരിക്കുക വർത്തമാനം പറയട്ടെ? ഞാൻ മാത്രം പറയട്ടെ? മാഡം ജോയിൻ ചെയ്യാം. എന്തോ? മാഡത്തിനോടൊപ്പം ജോയിൻ ചെയ്യാം സംസാരിക്കാന്. അതെ അതെ, നിങ്ങളല്ലേ നടന്നു. വിശ്വസിച്ചു. ഞാൻ 6 മാസമായിട്ട് ഞങ്ങളെ വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ വിശ്വസിക്കില്ല. ഇന്ററാക്ട് ചെയ്യാനൊക്കെ പറയും, പിന്നെ ഒരു അക്ഷരം വേണ്ടില്ല നമ്മള്. ഇനിയിപ്പോ എടുക്കാനായിട്ട് ഒരേ ഒരു ടോപ്പിക് ഉണ്ട്, കോൺകോഡ്. കോൺകോഡ് അത്യാവശ്യം കുറച്ച് റൂൾസ് ഉണ്ട്, അതൊക്കെ പഠിപ്പിക്കട്ടെ ഞാൻ നിങ്ങളെ. ഐ തിങ്ക് ഒരു 24 റൂൾസ് കോൺകോഡിൽ വരുന്നത്. കോൺകോഡ് മീൻസ് വെർബിന്റെയും സബ്ജക്റ്റും വെർബും തമ്മിലുള്ളൊരു എഗ്രിമെന്റ് ആണ് ഈ കോൺകോഡ് എന്ന് പറയുന്നത്. ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പഠിപ്പിക്കാമെന്നില്ല, ശരി, ആവശ്യമില്ല. ഇതൊക്കെ വേറെ ഒന്നും എടുക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ഇതൊക്കെ കേട്ടി വരും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ നിങ്ങൾ ഞാൻ പറയുന്നതൊക്കെ? കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട്. ഈ കോഴ്സിൽ ജോയിൻ ചെയ്തിട്ട് അത്യാവശ്യം ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചതും ക്യാഷ്വലായിട്ട് സംസാരിച്ച ആകെ ഒരു ടീച്ചർ ഞാനില്ലേ? ആണോ? അതെ മാം. അതെ. ഇത്രയും സംസാരിച്ചിട്ട് നിങ്ങൾ തിരിച്ചു മിണ്ടാത്തൊരു ടീച്ചർ ഞാൻ തന്നെയല്ലേ? ആണോ? അങ്ങനെ തന്നെ ആവും. മേബി അല്ല, ആണ്. എന്താ മേബി വേണ്ട, ഒരു പക്ഷേ എന്നുള്ളത് വേണ്ട നമുക്ക്. ഓക്കെ, അതാണ് ഷുവറാണ്. ഞങ്ങളാണ് ഏറ്റവും താഴ്ന്ന ഗ്രൂപ്പ്. എന്തോ? ഈ ക്ലാസ് ആണോ ഇംഗ്ലീഷിൽ ഏറ്റവും താഴ്ന്നു നിൽക്കുന്നത്? ഇന്ററാക്ഷനില് ഞങ്ങളാണ് ഏറ്റവും താഴ്ന്നു നിൽക്കുന്നത്, ഒന്നുക്ക് വരാതെ. അതെ. അത് നിങ്ങൾക്ക് തന്നെ തോന്നിയല്ലോ, സന്തോഷം. നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നു എന്നോട് ഇനി സംസാരിക്കാറ്. നിങ്ങൾ എന്താ പേടി? നിങ്ങൾക്ക് ഭയങ്കര പേടിയാണോ? ഇത്രയും നാള് പഠിപ്പിച്ചത് നിങ്ങൾക്ക് തോന്നുന്നത് എല്ലാ കാര്യങ്ങളും അറിയാം, പക്ഷെ നിങ്ങൾക്ക് സംസാരിക്കാൻ ഇപ്പോഴും ആ ഒരു പേടിയുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. നിങ്ങൾ ഇനിയും കുറെ ഓപ്പൺ ആയിട്ടൊന്ന് സംസാരിക്കുമോ? ചിലപ്പോ മേബി കുറച്ച് ദിവസം കൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ ഞാൻ ശ്രമിക്കാം. പിന്നെ മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് നിങ്ങളെ സംസാരിപ്പിക്കാൻ വേണ്ടി. ഓക്കെ, എന്താണ് പ്രോബ്ലം എന്താണെന്ന് നമുക്ക് അറിയോ? നിങ്ങൾ സംസാരിക്കാത്തതിന്റെ അറിയോ? എന്താണ്? എന്നോട് നിങ്ങൾ മലയാളത്തിൽ സംസാരിക്കൂ, ഇംഗ്ലീഷും പോട്ടെ, മലയാളം നിങ്ങൾക്ക് അറിയില്ലേ? മലയാളത്തില് എന്താ പറയണ്ട, അതാണ് അറിയാത്തത്. നിങ്ങൾ എന്തുകൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ല? പറയുമ്പോ ഒരു വിക്ക് മാതിരി വരുന്നുണ്ട്. മലയാളം സംസാരിക്കുമ്പോഴോ? ചോദിക്കുമ്പോ എന്തൊരു പേടിയാ. അതുവരെ വന്നതുണ്ട്, പുറത്തേക്ക് വരുന്നില്ല ചോദിക്കാൻ നിൽക്കുമ്പോ. മലയാളത്തിൽ ഓക്കെയാണ്, കംഫർട്ടബിൾ ആണ് ഇവിടെ സംസാരിക്കാൻ? മലയാളത്തില് ഓക്കെ, മലയാളത്തിൽ ഓക്കെയോ? അപ്പൊ ഇംഗ്ലീഷിൽ ഓക്കെ പോലും ഇല്ല. ഇംഗ്ലീഷിൽ ഓക്കെ അല്ല, വേർഡ്സുകളുണ്ട് വരുന്നില്ല. മനസ്സില് വരുന്നുണ്ട്, പക്ഷെ അതുകൊണ്ട് പുറത്തേക്ക് ഉണ്ട്, നാവുമ്പൊക്കെ വരുന്നില്ല. പുറത്തേക്ക് സൗണ്ട് ഉണ്ട്, പുറത്തേക്ക് വരാൻ. ടൈപ്പ് ചെയ്യുമ്പോള് അതിങ്ങനെ വരും. നിങ്ങളോട് ഇനി ഞാൻ എന്താ പറയാ? മലയാളമെങ്കിലും സംസാരിക്കുന്നു. എത്ര പ്രാവശ്യം നിങ്ങളോട് ഞാൻ പറഞ്ഞു?
ചുമ്മാ എങ്കിലും ഇതൊക്കെ സംസാരിച്ചാൽ എന്നോട് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാനുള്ള ഒരു പേടി കുറച്ചെങ്കിലും ഒന്ന് മാറും. ഇതിപ്പോ മലയാളം സംസാരിക്കുന്നില്ല, പിന്നെ ഇങ്ങനെ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുക അല്ലേ? ശരിയാണോ? ഇത്ര ഫ്രണ്ട്ലി ആയിട്ട് ഞാനിവിടെ ഇരുന്ന് സംസാരിച്ചിട്ട് ഒരക്ഷരം മിണ്ടാത്ത സ്റ്റുഡൻസ് നിങ്ങളാണ്. ഓക്കെ, ആ ഒരു ക്രെഡിറ്റ് ഞാൻ വേറെ ആർക്കും കൊടുക്കില്ല. HM13 ബാച്ചിൽ ഞാൻ തന്നിരിക്കുന്നു. ബഹുമാനം, ബഹുമാനം എന്ന് പറഞ്ഞൊരു വ്യക്തി എവിടെ? ആരാ പറയുന്നത്? റെസ്പെക്ട് ആണ്. ഓ ഷർമ്മ, റെസ്പെക്ട് കൊണ്ടാണ് എന്നോട് സംസാരിക്കാത്തത് ആണോ? നീ മിണ്ടില്ല, ടെക്സ്റ്റ് മാത്രമേ വരൂ. ഷർമ്മ പഠിച്ച് സംസാരിച്ചിരുന്നാണല്ലോ. ഷർമ്മ സംസാരിക്കാറുണ്ട്, ഷഹാനി സംസാരിക്കാറുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഇന്ന് മിണ്ടുന്നില്ല? ഞാനിതൊന്ന് സീരിയസ് ആയിട്ട് പറയുന്നത് കേട്ടോ, ചുമ്മാ പറയുന്നതാണേ. നിങ്ങൾ സീരിയസ് ആയിട്ട് എടുത്തോ ഞാൻ പറയുന്നൊക്കെ? എടുക്കുന്നുണ്ടോ? ബോറടിക്കുന്നുണ്ടോ നിങ്ങൾ സംസാരിക്കുന്നത്? സത്യം പറയണം, ബോറടിക്കുന്നുണ്ടോ? ഇംഗ്ലീഷ് ക്ലാസ്സിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ബോറടിച്ചിട്ടുണ്ടോ? നോ മാം, ഇല്ല. ഉറക്കം വന്നിട്ടില്ല എന്നറിയാം. മുന്നേ ഏതോ ക്ലാസ്സിൽ ഉറക്കം വന്നിട്ടുണ്ട്. വരും, കാരണം ഒരേ കേൾക്കല്ലേ. പിന്നെ അങ്ങോട്ട് എന്തെങ്കിലും ഡൗട്ടൊക്കെ ചോദിക്കുമ്പോ അപ്പൊ ക്ലിയർ ആവും. ആഹാ കൊള്ളാം. അപ്പൊ എനിക്ക് മുന്നേ എല്ലാ ക്ലാസ്സിൽ നിന്നും ഉറക്കം വന്നിട്ടുണ്ട്, അപ്പൊ ബോറടിച്ചിട്ടുണ്ട്. അത് പിന്നെ അവർക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് അത് പോർഷൻസ് എന്തെല്ലാം കംപ്ലീറ്റ് ചെയ്യണം. എനിക്ക് പിന്നെ പോർഷൻസ് ഒന്നുമില്ല കംപ്ലീറ്റ് ചെയ്യാൻ, എക്സാമേ ഇല്ല. റിലാക്സ് ചെയ്തിട്ട് സംസാരിച്ചാൽ പോവാം. ഇത് കേൾക്കണം, ഓൺലൈൻ അല്ലേ. ഒരു ക്ലാസ്സിൽ ഇരിക്കുമ്പോ നമ്മൾ ടീച്ചർമാരെ നേരിട്ട് കാണുമ്പോ അത്ര തന്നെ പ്രശ്നം ഉണ്ടാവില്ല. ഓൺലൈൻ ആവുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ലേ കാണുന്ന കേൾക്കണേ. പിന്നെ എന്തെങ്കിലും സംശയം ടൈപ്പ് ചെയ്യണം, പറയാൻ പറ്റൂല, അത് ടൈപ്പ് ചെയ്തെടുക്കണം. അപ്പൊ അങ്ങനൊക്കെ ഒരു പ്രശ്നം. എന്തെങ്കിലും ടൈപ്പ് ചെയ്യണ്ടല്ലോ, എന്നോട് സംസാരിക്കാലോ. എന്നിട്ട് നിങ്ങൾ സംസാരിക്കുന്നില്ല. അത് വേഗം പോർഷൻസ് ഇങ്ങനെ പറയുമ്പോ വേഗം അത് എഴുതിയെടുക്കാനുള്ള ഇതില് നിൽക്കും. ഓൺലൈൻ ആണെങ്കിൽ നിങ്ങൾ ക്യാമറ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ്ലൈൻ ഒരു ഫീല് കിട്ടും. ക്യാമറ ഓൺ ചെയ്താൽ ശരിയാണ്. ശരിയാണ് കേട്ടോ. ഓക്കെ, പിന്നെന്താണ്? എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണ് എല്ലാവർക്കും? അവിടെ മഴയുണ്ടോ? മഴയൊക്കെ ഉണ്ട് മാം. മഴ വലിയ കുഴപ്പമില്ല. ഒറ്റ വാക്കിൽ ഉത്തരം പറയുന്ന സ്റ്റുഡൻസ് ആണ്. നിങ്ങളൊക്കെ കോൺവെക്കേഷന് വരുമോ? ശാലിനി, ഷഹനാസ്, റംഷീന, ഷഹുമാൻ, സുഹാന, അശ്വതി, ആൻസി, ഇത്ര പേര് ഈ ക്ലാസ്സിൽ അറിയുള്ളൂ. HM13 ഈ ബാച്ചിൽ എനിക്ക് ഇത്രയും പേരെ അറിയുള്ളൂ. ഇത്രയും പേര് മാത്രമേ നമ്മുടെ കോഴ്സിൽ ക്ലാസ്സിൽ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങളോട് ചോദിക്കാം, നിങ്ങളൊക്കെ കോൺവെക്കേഷന് വരുമോ? ആഗ്രഹമുണ്ട് വരാന്, കഴിയോ അറിയില്ല. അതിലൊരാൾക്കില്ല. അത് ദൂരല്ലേ, അതുകൊണ്ടാണ്. ആണോ? എവിടെയാണ്? മലപ്പുറം ഡിസ്ട്രിക്ട്. ആണോ? അവിടെ നിന്ന് എല്ലാവരും വരുന്നുണ്ടല്ലോ അങ്ങോട്ട് കോൺവെക്കേഷന്. വീട്ടിലെ ആളും ഉണ്ട് കൊണ്ടുപോവാന് വരാനൊക്കെ. ഇപ്പൊ ഉണ്ട്, കോൺവെക്കേഷൻ ആവുമ്പോത്തിന് ആളുണ്ടാവും അറിയില്ല. അങ്ങനെ അറിയില്ല. ഓക്കെ, വരാൻ സാധിക്കട്ടെ. വരണം ആഗ്രഹമുണ്ട്. ആളുണ്ടെങ്കിൽ എന്തായാലും വരും, അത്രക്ക് ആഗ്രഹമുണ്ട്. അവിടെ വന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങണം എന്നുള്ള അത്രക്ക് ആഗ്രഹമുണ്ട്. ഇല്ല, അപ്പോഴും സംസാരിക്കില്ല, ചിരിക്കുള്ളൂ. അങ്ങനെയാണോ? സംസാരിക്കോ നിങ്ങള്? മിസ് അപ്പൊ സംസാരിക്കോ? നിങ്ങള് സംസാരിക്കണം എന്നുണ്ട്. മെസ്സിനൊക്കെ നല്ല കാണാനൊക്കെ പൂതിയുണ്ട്. ആഗ്രഹമുണ്ട്, സംസാരിക്കില്ല. അപ്പോഴെങ്കിലും വന്ന് സംസാരിക്കുവോ? മലയാളമല്ലേ? ഓക്കെ, ബാക്കി എന്താ ആരുണ്ടാത്തേ? ശാലിനി വരില്ലേ? കോൺവെക്കേഷന് വരില്ലേ? വരും. എന്നോട് വിട്ടോ? എന്തെങ്കിലും എന്നോട് പെട്ടെന്ന് നിങ്ങളുടെ പേര് പറയുമ്പോ ഞാൻ മനസ്സിലാവണമെന്നില്ല കേട്ടോ. പെട്ടെന്ന് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആലോചിച്ച് നിൽക്കും. കാരണം എനിക്ക് നിങ്ങളുടെ പേര് മാത്രമാണ് ഇപ്പൊ കാണുന്നത്. അതുകൊണ്ട് ക്ലാസ്സിൽ വരുമ്പോൾ എനിക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. പക്ഷെ നിങ്ങൾ നേരിട്ട് നിങ്ങളുടെ ഫേസും നിങ്ങളുടെ പേരും കൂടെ ഒന്നിച്ച് കേൾക്കുമ്പോൾ ഞാൻ കുറച്ച് സ്റ്റക്കായി പോകും. അതൊന്ന് മൈൻഡ് ചെയ്യാട്ടോ. മാമിനെ കാണുമ്പോ പറയാം, ഞങ്ങൾ മിണ്ടാത്ത ബാച്ചിലെ കുട്ടികളാ മാം. ഓ, മിണ്ടാത്ത ബാച്ചാണെന്ന് എനിക്ക് അറിയാൻ പറ്റും കോൺവെക്കേഷൻ നടത്തുമ്പോ. അങ്ങനെ പറയുമ്പോ മിസ്സിന് വേഗം മനസ്സിലാവും. മനസ്സിലാവും.
ഉറപ്പാണ്. നിങ്ങൾ എന്തായാലും ഞാൻ മറക്കില്ല. രണ്ടാമത്തെ ബാച്ചും ഒട്ടും ഇല്ലാത്തൊരു ബാച്ച് നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഇന്നത്തെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്നൊക്കെ, നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്, നിങ്ങൾ പഠിക്കുന്നുണ്ട്, ഞാൻ വിശ്വസിച്ചു. പിന്നെന്താ, എക്സാം ഒക്കെ എങ്ങനെയുണ്ട്? പഠിച്ചോ? നിങ്ങൾ പഠിക്കുന്നുണ്ടോ? പഠിക്കുന്നുണ്ട്. അത് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. സ്റ്റാർട്ട് ചെയ്യൂ. പഠിക്കാൻ പിജിക്ക് ഇംഗ്ലീഷ് ഉണ്ടോ? എന്നിട്ട് എന്റെ അവിടെ വന്ന് ഉണ്ടായിരിക്കാനാണോ? അല്ല അല്ല, ചോദിച്ചതാ, വെറുതെ ചോദിക്കാലോ, എന്തെങ്കിലുമൊക്കെ ചോദിക്കാലോ. അതെ, വല്ലാത്തൊരു ചോദ്യമായി പോയി. ഞാൻ ക്ലാസ്സിലും കൂടെ വന്ന് മിസ് ചുമ്മാ വെറുതെ ഇങ്ങനെ മിണ്ടാതിരിക്കാലോ എന്നാണെങ്കിൽ ഇല്ല. ഓക്കെ, പിജിക്ക് ഇംഗ്ലീഷ് ഇല്ലാട്ടോ, ഞാൻ വരില്ല. വരായിരുന്നു. അതെ, എന്നിട്ട് എന്തിനാ എന്റെ വർത്തമാനം മാത്രം കേട്ടിരിക്കാം? നിങ്ങൾ അവിടെ ചിരിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. രണ്ടേമില്ല. പിന്നെ ഞാൻ വെറുതെ ഇനി എന്ത് ക്ലാസ് എടുക്കാനാ? എങ്കിലും ഇന്ന് എനിക്ക് എടുക്കാനേ ഇല്ല. ഓക്കെ, ഇതുവരെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ആർക്കും ക്ലാസ് എടുത്തിട്ടില്ല. ഗ്രാമർ എല്ലാ പോർഷൻസ് വരെ കയ്യിൽ തീർന്നു. ഇനി ഒന്നും ഇല്ല എനിക്ക് എടുക്കാനായിട്ട്. എല്ലാ ക്ലാസ്സിലും ഞാൻ വന്നിട്ട് ഇല്ല അവസാനം പറയാം. ഓക്കെ, ഇഷ്ടമാണല്ലോ സംസാരിക്കാൻ? നല്ല ആൾക്കാരോടാണ് ഞാൻ ചോദിക്കുന്നത്. ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ ഇഷ്ടമാണ് മാം. ടോപ്പിക് വന്നു കഴിഞ്ഞാൽ വെറുക്കും. ഓക്കെ, വെരി ഗുഡ്. ഇപ്പോഴെങ്കിലും സത്യം പുറത്തോട്ടല്ലോ. എന്തിനാ പേടിക്കുന്നത് ഇംഗ്ലീഷിനെ? ടോപ്പിക്കിനനുസരിച്ചുള്ള പോയിന്റ്സ് കിട്ടാനിട്ടാണ്. പോയിന്റ്സ് ഗൂഗിളിൽ ഇല്ല അല്ലേ? ഗൂഗിളിലുണ്ട്. അതുപോലെ ഇപ്പൊ ഇവിടെ വന്ന് പറയാൻ പറ്റും. നോക്കി കണ്ട് നമ്മള് മനസ്സിലിട്ട് പറയണ്ടേ. മനസ്സിൽ വന്നില്ല, മനസ്സിൽ വന്നില്ല, നാവിൽ വന്നില്ല, അതല്ലേ പ്രോബ്ലം. നാവിൽ ചേരുന്നില്ല. നല്ല നല്ല പ്രോബ്ലം. ഡോക്ടറെ കാണാൻ നല്ലതാണ് അതൊക്കെ. കമ്മ്യൂണിക്കേഷൻ ഇല്ലാഞ്ഞിട്ടാണ് വേണോ? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇവിടെ എത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ് വന്നു, അവർ എന്തുകൊണ്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല? കേട്ടോ, ഇനി പിണ്ടില്ല. ഇംഗ്ലീഷിനെ കുറിച്ച് ഒറ്റപ്പെട്ട അക്ഷരമില്ല. വീട്ടിലെ കാര്യങ്ങളൊക്കെ വീട്ടിലും പറയല്ലാതെ, അല്ലാത്ത കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഓക്കെ, നിങ്ങൾ സംസാരിക്കാൻ മനസ്സിലായി. ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സംസാരിക്കില്ല എന്ന് നിങ്ങൾ തീരുമാനിച്ചിറങ്ങിയിരിക്കുന്നതാണ്. സൈലൻസ് ആയി. ഇതെല്ലാം ക്ലാസ് ആണെന്നൊക്കെ. മാമിന്റെ ഇംഗ്ലീഷ് ബാച്ചിൽ എല്ലാവരും ഇതേപോലെ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ടോ? പിന്നെ സംസാരിക്കുന്നുണ്ട്. എന്തോരം പേര് ക്ലാസ്സില്, ഞാൻ ചുമ്മാ പറയുന്നല്ല. ഓക്കെ, ക്ലാസ്സില് അത്യാവശ്യം എല്ലാ ക്ലാസ്സിലും ലൈവ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തവരും എന്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തവരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവര് ഗ്രൂപ്പ് ഡിസ്കഷൻ, ഞാൻ ഗ്രൂപ്പ് ഡിസ്കഷൻ കൊടുത്തിട്ടുണ്ട്, ടോപ്പിക് പ്രസന്റേഷൻ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ക്യാമറ ഓൺ ചെയ്ത് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ ചെയ്യാത്തൊരു ബാച്ച് നിങ്ങളെ മാത്രമേ ഉള്ളൂ. എങ്ങനെ സാധിക്കും നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടിന്യൂറ്റി കൊണ്ടു നടക്കാനായിട്ട്? ഒരേപോലെയാണ് ക്ലാസ്സിൽ. എന്തൊക്കെ പറഞ്ഞാലും സംസാരിക്കുകയുമില്ല. ഒരു കാര്യവും ഇന്ന് ഞാൻ പറഞ്ഞു ഓക്കെ ഇന്ന് ഞങ്ങൾ ഇനിയെല്ലാം ഞങ്ങൾ സംസാരിക്കാം, കുറെ മോട്ടിവേറ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഓക്കെ, അന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് മാറ്റമുണ്ടെങ്കിൽ പിന്നെ അടുത്ത ക്ലാസ്സിൽ വന്ന വീണ്ടും പഴയതുപോലെ തന്നെയാണ്. എങ്ങനെ സാധിക്കും? ഇങ്ങനെ ഒരു പ്രത്യേകതരം കഴിവാണ് കേട്ടോ അതൊക്കെ. ഓക്കെ, ചിരിക്കണ്ട. ചിരിക്കുകയാണെന്നെങ്കിൽ ഇടയ്ക്ക് ഇമോജി ഇടുകയാണെങ്കിൽ എനിക്ക് മനസ്സിലാവുന്നത് ചിരിക്കുകയാണെങ്കിൽ. ഓക്കെ, പിന്നെ എന്താണ്? ഇനി എന്തെങ്കിലും പറയാനുണ്ടോ എന്നോട്? ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറയൂ. ക്ലാസ് ഒക്കെ പോട്ടെ. ഇംഗ്ലീഷ് പഠിക്കാൻ നോക്കാണ്ട് നിങ്ങള്. ഇപ്പൊ കോഴ്സ് കഴിഞ്ഞു, ഇംഗ്ലീഷൊക്കെ ചുമ്മാ പഠിക്കുക. ഓക്കെ, വായിക്കുക, സംസാരിക്കാൻ പഠിക്കുക. പേടിച്ചാൽ പേടി മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ ലൈഫില്. പേടിച്ചിട്ട് എന്ത് കിട്ടും നിങ്ങൾക്ക്? ആലോചിച്ച് നോക്കി. പേടിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടുമോ? എന്നാണ് ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. വെറുതെ ഇങ്ങനെ പേടിച്ചിരിക്കാന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ലൈഫിൽ ഒന്നുമില്ല. അതിപ്പോ ഇംഗ്ലീഷ് സബ്ജക്ട് വിട്ടേക്കോ, വേറെ എന്തൊരു കാര്യത്തിലാണെങ്കിൽ ഇങ്ങനെ പേടിച്ചിരുന്ന കാര്യമില്ല, ഒരിക്കലില്ല കേട്ടോ. കണ്ടത്തരാണ്. ലൈഫ് നമ്മൾ വെറുതെ കളയാണ്. അതൊരു ജീവിതമേ ഉള്ളൂ. അത് മാക്സിമം എൻജോയ് ചെയ്യാൻ നോക്കുക. ഓക്കെ, പേടിച്ചിരിക്കണ്ട എന്നാ പറയുന്നത്. അത് ഒരു കാര്യത്തിലും പേടിച്ചിരിക്കരുത്. എന്നെ ഇപ്പൊ ടീച്ചറായിട്ട് കണ്ടില്ലെങ്കിലും ഞാൻ സിസ്റ്ററായിട്ടെങ്കിലും പറയുന്നാന്ന് വിചാരിക്കും. ഓക്കെ, ഓക്കെ ആണോ?
ഇഷ്ടം കാണാൻ പറ്റുമ്പോൾ എന്റെ ഫ്രണ്ട് ആയിട്ട് തരണം. പിന്നെന്താണ് നിങ്ങൾക്ക് എന്നെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ആസ് ഇംഗ്ലീഷ് ടീച്ചർ എങ്ങനെയാണ്, നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും എന്റെ ഇത് പഠിക്കാൻ പറ്റിയിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് എന്തെങ്കിലും ഇംപ്രൂവ് ചെയ്തിട്ടുണ്ടോ? എങ്ങനെയുണ്ട്? നിങ്ങൾ ഇംഗ്ലീഷ് ടീച്ചർ എങ്ങനെയുണ്ട്? എന്താ പറയാനുള്ളത്? പറയാൻ കേൾക്കട്ടെ, അതെങ്കിലും പറയൂ. ഒറ്റവാക്കി ഉത്തരം ഒതുക്കരുതല്ലോ. മാമിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. കേൾക്കാൻ എനിക്ക് അറിയുന്നുണ്ട്. അതെല്ലാം എനിക്ക് ഡിഗ്രി എടുക്കണമെന്ന് ആഗ്രഹമായിരുന്നു. ഒരു മിനിറ്റ് കേട്ടോ മാം, എപ്പോ വരാം. ഓക്കെ, ശാലിനി കുറെ നേരം അൺമ്യൂട്ട് ചെയ്യുന്നു, നമുക്ക് സംസാരിക്കുന്നില്ല. എവിടെ ശാലിനി? എന്തോ ഇവിടെ ഉണ്ട്. എന്താണ് പറയൂ, എങ്ങനെയാണ് ഇംഗ്ലീഷ്? എന്നെ കുറിച്ചൊന്ന് പറഞ്ഞു. നിങ്ങള് നല്ലതോ ചീത്തയോ എന്ത് വേണമെങ്കിലും പറയാം. as a teacher. A good teacher. One word question ആയിരുന്നു അപ്പൊ അത്. ഓക്കെ, നിങ്ങൾ വൺ വേർഡ് ആൻസർ മാത്രമേ നിങ്ങളുടെ കയ്യിലുള്ളൂ. പറയെങ്കിലും അങ്ങനെയല്ല, അത് എങ്ങനെ പറയണമെന്ന് അറിയില്ല, അതുകൊണ്ടാണ്. ഓക്കെ, ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു. ഓക്കെ, മനസ്സിലായി എനിക്ക്. പിന്നെന്താണ്? എന്താണ് ശാലിനി? യു ആർ എ ഗുഡ് സപ്പോർട്ടിംഗ് മോട്ടിവേറ്റ് ടീച്ചർ. ഓക്കെ, അശ്വതിക്ക് സംസാരിക്കാൻ വയ്യ എന്ന് പറഞ്ഞു, പിന്നെ റീസൺ എന്തായിരുന്നു? പറയുമ്പോ പുറത്തായതുകൊണ്ട് സംസാരിക്കാൻ പറ്റില്ല അല്ലേ? ഓക്കെ, ഓക്കെ 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 അശ്വതി, അല്ലെങ്കിൽ അശ്വതി സംസാരിച്ചേനെ. എനിക്കറിയാം, ക്ലാസ്സിൽ ആദ്യം സംസാരിക്കുന്ന ഒരാൾ അശ്വതിയാണ്. അങ്ങനെ ഒരു കാര്യം കേട്ടോ. ഇപ്പോ ഇതേപോലെ തന്നെയാണ് എല്ലാ ബാച്ചും. ഓരോ ബാച്ചിലും കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട് അത്യാവശ്യം നമ്മളോട് ആ ക്ലാസ് ഭയങ്കര ബോറായിരിക്കും, കാരണം വേറെ ആരും സംസാരിക്കില്ല. മനസ്സിലായോ? അങ്ങനെയും ഉണ്ട്. അപ്പൊ സംസാരിക്കുന്ന കുട്ടികൾ ക്ലാസ്സിൽ കയറുമ്പോഴാണ് നമുക്ക് മീൻസ് എനിക്ക് ഒരു ആശ്വാസം, റെസ്പോണ്ട് ചെയ്യാൻ ഒരാളെങ്കിലും ഉണ്ടല്ലോ എന്ന് തോന്നും. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ നിഷോക്കായിട്ട് ഞാൻ ക്ലാസ് പോകും. അതിന് ഇത്രയും ഞാൻ സംസാരിച്ചിട്ട് പോലും എന്നോട് മിണ്ടുന്നില്ല എന്ന് ഓർക്കുമ്പോഴാണ്. അതെന്താണ്? അതിന്റെ റീസൺ എന്താണ്? റീസൺ അറിയാം നിങ്ങൾക്ക്? ഞാൻ ഇത്രയും നന്നായിട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചുമ്മാ ഫ്രണ്ട്ലി ആയിട്ട് ഞാൻ സംസാരിക്കുന്നുണ്ടല്ലോ, അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തൊരു കാര്യമാണ്. എന്നിട്ട് നിങ്ങൾ സംസാരിക്കുന്നില്ല. മാം, ഞാൻ പറഞ്ഞു പകുതി ഇട്ട് പോയതാണ്. രംഷീന, ഒരു മിനിറ്റ്. രംഷീനോട് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണേ. ഓക്കെ, ഞാൻ അത്യാവശ്യം സംസാരിക്കുന്ന ഒരാൾ ടീച്ചർ അല്ലേ? ആണോ? ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്ന ആളാണോ? ശരിയാണ്. ശരിയാണ്. പിന്നെ എന്തുകൊണ്ട് ഇത്രയും സംസാരിക്കുന്ന ടീച്ചറോട് നിങ്ങൾ എന്തുകൊണ്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് തിരിച്ച് സംസാരിക്കുന്നില്ല? റീസൺ എന്താണ്? റീസണ് മാഡം ഇംഗ്ലീഷ് ചോദിച്ചാൽ ചിലപ്പോ ഇംഗ്ലീഷിൽ അങ്ങോട്ട് പറയാൻ പറ്റുമായിരിക്കും, അല്ലെങ്കിൽ മനസ്സിലായിട്ടില്ലെങ്കിൽ ഉണ്ടാതെ വെക്കും, അത്ര തന്നെ. മലയാളം മനസ്സിലാവാറില്ലേ നിങ്ങൾക്കപ്പോ? മലയാളം മനസ്സിലാവുന്നുണ്ട്. ഇതെന്താ നിങ്ങൾ മിണ്ടുന്നില്ല? റീസൺ എന്താണാവോ? മാം, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോ എന്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാത്ത കാര്യത്തിനെ പറ്റി പറഞ്ഞപ്പോ മാഡം പറഞ്ഞു എന്നോട് ഈ ഡിഗ്രി ചെയ്തൂടെന്ന് ചോദിച്ച്. മാഡം പറഞ്ഞതിന് മുന്നേ തന്നെ എനിക്ക് അത് മനസ്സിലുണ്ടെങ്കിൽ എന്റെ ഡിഗ്രി പകുതി പോയതാണ്, എനിക്ക് കംപ്ലീറ്റ് ചെയ്യണം, ഓൺലൈനെങ്കിലും എങ്ങനെയെങ്കിലും ആവണം എന്നൊക്കെ, ഓൺലൈൻ ആയിക്കാണ്ടെങ്കിലും പഠിക്കണം എന്നൊക്കെ. അപ്പൊ അന്നൊന്നും മനസ്സിൽ ആഗ്രഹം ഉണ്ടിച്ചിട്ട് സിറ്റുവേഷൻ അതുപോലെ ഒരു ഇതുമായി വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ എനിക്ക് പിന്നെ അതിങ്ങനെ വന്നപ്പോള് പിന്നെ ഇപ്പൊ ഞാന് അത് ചേരാൻ വേണ്ടിട്ട് നിന്നിപ്പോ കൊടുത്തിക്കണ് BA ഇംഗ്ലീഷിന് തന്നെ. ഇംഗ്ലീഷ് ഇഗ്നോ യൂണിവേഴ്സിറ്റിയില്. അതായിരുന്നു എനിക്ക് എളുപ്പമായിട്ട് തോന്നിയത്. അപ്പൊ മാഡം അതിനുള്ള ഇത് വന്നതാണ് ഞാൻ ബാക്ക് അടിച്ചു പോയത്.
ഞാൻ ഇഗ്നോയില് PG ചെയ്തതാണ് കേട്ടോ. ഞാൻ ഇഗ്നോയിലായിരുന്നു PG ചെയ്തത്. ബുക്കൊക്കെ വാങ്ങി വന്നിട്ടുണ്ട്. അഡ്മിഷൻ എടുത്തിട്ടില്ല. അഡ്മിഷന് 15-ാം തീയതി ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞപ്പോ അഡ്മിഷൻ എടുക്കാൻ പോയി. കേരള യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ തന്നെ എടുക്കാൻ വിചാരിച്ചത്. അത് കോളേജും ക്ലാസ്സൊക്കെ ബുദ്ധിമുട്ടാവുക വിചാരിച്ചു പോയി പഠിക്കാനായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നത്. പിന്നെ കുട്ടി ചെറുതായപ്പോഴേ പോയി പഠിക്കാൻ പറ്റൂല, അമ്മ പറഞ്ഞു കുട്ടി എന്നും പോവേണ്ടി വരൂലേ എന്ന് പറഞ്ഞപ്പോളെ ഞാൻ പിന്നെ ഡിസ്റ്റന്റ് ആയിക്കാണ്ട് തന്നെ ചെയ്യാ യൂണിവേഴ്സിറ്റിന്റെ കീഴിൽ വിചാരിച്ചു. അപ്പൊ അങ്ങനെ ഇഗ്നോ കോളേജ് അടുത്തുണ്ട്. അപ്പൊ അവിടെ പോയി ചേർന്ന് അപ്പൊ അതിനുള്ള പ്രൊസീജിയേഴ്സിന്റെ ഇതിലാണ് ഇപ്പോൾ അഡ്മിഷൻ പ്രൊസീജിയർ. അപ്പൊ OTP വന്നപ്പോഴാണ് നേരത്തെ പറഞ്ഞു കൊടുത്തെന്ന് വേഗം കട്ടാക്കിയാണ്ട് പോയത്. അവർക്ക് അതിന് റിപ്ലൈ കൊടുക്കാൻ വേണ്ടിട്ട്. ജൂലൈ സെഷൻ ആണ്. ജൂലൈ സെഷൻ അല്ലേ? ജൂലൈ സെക്ഷന് 1 ഇയറിലാണ് എക്സാം വരുന്നത് പറഞ്ഞ്. ഇനി അടുത്ത ജൂണിലാവും എക്സാം ഉണ്ടാവുക. സിലബസ് കുറച്ച് മാറിയിട്ടുണ്ട്. സിലബസ് മാറിയിട്ടുണ്ട് പറഞ്ഞു. പിന്നെ ഈ കോഴ്സ് കഴിയാനായില്ലേ, പിന്നെ ഇത് കഴിഞ്ഞിട്ട് അതിമക്ക് നോക്കാണ്ട് നിക്കാണ്. നല്ല കാര്യം കേട്ടോ. നന്നായിട്ട് പഠിക്കാൻ നോക്കാം. മെയിൻ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ എഴുതേണ്ടി വരും കേട്ടോ. അത്യാവശ്യം നമ്മള് നന്നായിട്ട് എക്സാം എഴുതേണ്ടി വരും. അപ്പോ അങ്ങനൊരു സ്കില്ല് നമുക്ക് വേണം. നമുക്ക് അത്യാവശ്യം ചോദിക്കുന്ന ടോപ്പിക് ഇതാണെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അതിനെ പെരുപ്പിച്ച് എഴുതേണ്ടി വരും. അങ്ങനെയാണ് മെയിനായിട്ട് എക്സാമിൽ വരാൻ. പുതിയതായിട്ട് തുടങ്ങിയിട്ട് വേണം. അപ്പൊ എടുത്തവര് പറഞ്ഞ തിരക്കടില്ല, പഠിക്കാൻ സിമ്പിളാണ്, പഠിച്ചു കഴിഞ്ഞാല് നമ്മൾക്ക് അതിന് ട്രാക്കിൽ കയറിയാൽ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് പിന്നെ അതിലേക്ക് നിന്നത്. പിന്നെ എന്തോ എക്സാം എഴുതാൻ 6 വർഷത്തെ എന്തോന്ന്, അത് ഞാൻ പിന്നെ കോഴ്സ് എടുത്തതിന് ശേഷമാണ് അതിനെ പറ്റി അറിഞ്ഞത്. എനിക്ക് അറിയില്ലായിരുന്നേ. അതായത് തോറ്റാലും നമുക്ക് 6 വർഷം എഴുതിയെടുക്കാം. അതാണ് അത് കേട്ടപ്പോ സമാധാനം. എന്തായാലും കാലിക്കറ്റിൻ്റെത് അങ്ങനെയല്ലല്ലോ, നമ്മള് ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ കഴിയണ്ടേ. പെട്ടെന്ന് റിസൾട്ട് ഒക്കെ പെട്ടെന്ന് വരും കേട്ടോ. പെട്ടെന്ന് അറിയും. എക്സാം റിസൾട്ട് ഒക്കെ വേഗം ആവുമെന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെ അതിമക്ക് നിന്നത്. നല്ലതാണ്, യൂണിവേഴ്സിറ്റി നല്ലതാണ്, അത്യാവശ്യം വാല്യൂവാണ്. മാഡത്തിന്റെ നമ്പർ കിട്ടണം എന്നൊക്കെ ഉണ്ടായിരുന്നേ. മാഡത്തിനോട് എനിക്കിത് ഷെയർ ചെയ്യാൻ അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നേ. അപ്പൊ മാഡത്തിനോട് ക്ലാസ് എടുക്കുന്ന ടൈം ഇപ്പൊ ചേരുമെന്ന് അറിയില്ലായിരുന്നേ. അപ്പൊ മാഡത്തിനോട് പറയണോ, അതുകൊണ്ട് എന്താ പറയാ, മാഡത്തിന്റെ നമ്പർ വേണമെന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ പെട്ടെന്ന് ചേർന്നിട്ട് പെട്ടെന്നായി. അപ്പൊ പിന്നെ മാഡത്തിനോട് തന്നെ പറഞ്ഞിട്ട് പറഞ്ഞേ. ഓക്കെ, നിങ്ങൾക്ക് ഇൻസ്റ്റയില്ലേ റംഷീന? ഇൻസ്റ്റഗ്രാം ഉണ്ടോ? ഉണ്ടല്ലോ. എന്നെ ഫോളോ ചെയ്യും കേട്ടോ. നമ്പർ ഇപ്പൊ ഓപ്പൺ ആയിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നില്ല. ഇൻസ്റ്റയിൽ ഒന്ന് ഫോളോ ചെയ്യും. ഇൻസ്റ്റയില് ടൈപ്പ് സ്മാർട്ട് 3 ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, പ്രൊഫൈൽ പിക്ക് ഉണ്ടോ? പ്രൊഫൈൽ പിക്ക് ഉണ്ട്. അങ്ങനെ ചെയ്യാം. ഓക്കെ, നമുക്ക് ക്ലാസ്സിലെ നമ്പർ ഷെയർ ചെയ്യുന്നത് നല്ലൊരു കാര്യമല്ല. അത് മാഡത്തിന് പ്രൈവസി ആണെന്ന് അറിയാം. അതുകൊണ്ടാണ് പിന്നെ ചോദിക്കാനൊരു മടി തോന്നിയത്. അപ്പൊ അങ്ങനെ ചെയ്യൂ, ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യൂ. റംഷീന എന്നല്ലേ പേര്? റംഷീന. മനസ്സിലായില്ലെങ്കിൽ പറയുമ്പോ H13 ബാച്ച് ആണെന്ന് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് സംസാരിക്കാം. പിന്നെന്താണ്? പിന്നെ എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ ചുമ്മാ വന്ന് ക്ലാസ്സിൽ സംസാരിച്ചു പോവാണല്ലോ. ഞാൻ കോൺഗാർഡ് എടുക്കട്ടെ? കോൺഗാർഡ് എടുക്കണോ വേണ്ടയോ ഒന്ന് പറഞ്ഞേ. എടുക്കണോ വേണ്ടയോ കോൺഗാർഡ്? എടുക്കണോ? ഞാൻ ക്ലാസ് വരെ എടുക്കാം. എന്തായാലും ഇങ്ങനെ പോട്ടെ. പറയൂ, എടുക്കണോ? ഇനിയിപ്പോ പെട്ടെന്ന് വേറെ ടീച്ചേഴ്സിന്റെയും പോർഷൻസ് കംപ്ലീറ്റ് ആയില്ലെങ്കിൽ ക്ലാസ് കൊടുക്കേണ്ടി വരും കേട്ടോ. സംസാരിക്കാൻ ആവശ്യമുണ്ടോ? സംസാരിക്കാൻ ആവശ്യമില്ലല്ലോ കോൺഗാർഡ്. ഞാനുണ്ടല്ലോ. സംസാരിക്കാൻ ആവശ്യമില്ലാത്ത ടോപ്പിക് ആയിരുന്നു. ഡാർക്ക് സ്പീച്ച്, ആക്റ്റീവ് വോയിസ്, കോൺഗാർഡ്, പിന്നെ ഇതൊക്കെയായിരുന്നു. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊന്നും സംസാരിക്കാൻ ആവശ്യമില്ലാത്ത ടോപ്പിക്സ് ആയിരുന്നു. പക്ഷെ നമ്മൾ ക്ലാസ്സിൽ എടുത്തു.
കാരണം വേറെ പോർഷൻസ് ഒന്നും എടുക്കാത്തത് കൊണ്ടും നിങ്ങൾ സംസാരിക്കാത്തത് കൊണ്ടും എനിക്ക് അങ്ങനെ എടുക്കേണ്ടി വന്നു. ഓക്കെ, അപ്പൊ അത്രയൊക്കെയാണ്. അപ്പോ പറഞ്ഞു വരുന്നത് വേറെ ടീച്ചേഴ്സിന് പോർഷൻസ് കംപ്ലീറ്റ് ആയ ഇംഗ്ലീഷ് ക്ലാസ് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യേണ്ടി വരും. ഇത്രയേ ഉള്ളൂ, പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് വേറൊരു കാര്യം, ഇന്റർവ്യൂ എങ്ങനെ നമ്മൾ അറ്റൻഡ് ചെയ്യാം എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? ടെൻസ് മതി സംസാരിക്കാൻ. ടെൻസ് തന്നെ ധാരാളമാണ്. ടെൻസ് നന്നായിട്ട് അറിയണം. വൊക്കാബുലറി, അത്യാവശ്യം വൊക്കാബുലറി നമ്മുടെ കയ്യിലുണ്ടാവും കേട്ടോ. അതും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പറ്റും. ഇപ്പൊ റംഷീന പറയുന്ന പോലെ മനസ്സിൽ വരും നാക്കിൽ വരില്ല എന്ന് പറയുന്നത്, നാക്കിൽ വരാത്തത് നമുക്ക് വൊക്കാബുലറി ഇല്ലാത്തതുകൊണ്ടാണ്. അതിന് ഓരോത്തിന്റെ ഇംഗ്ലീഷ് വേർഡ് നമുക്ക് അറിയാത്തതുകൊണ്ടാണ്. അത് നിങ്ങൾ തന്നെ പഠിക്കേണ്ടതാണ് കേട്ടോ. അതൊന്നും എനിക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. ഓരോ വേർഡും ഞാൻ ക്ലാസ്സിൽ നിന്ന് പഠിപ്പിക്കുന്നത് ബുദ്ധിമുട്ടാണ്. ഇന്റർവ്യൂ ഡിഫിക്കൽട്ട് ആണ്. ഇന്റർവ്യൂ എങ്ങനെ നമ്മൾ അറ്റൻഡ് ചെയ്യാമെന്ന് ജസ്റ്റ് ഒരു റാൻഡം പോലെ ഞാൻ ജസ്റ്റ് നെക്സ്റ്റ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഞാൻ പ്രിപ്പയർ ചെയ്യേണ്ടത്. ജസ്റ്റ് എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പറഞ്ഞു. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ എങ്ങനെയൊക്കെയാണ് CV എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നല്ല കേട്ടോ. CV എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം, എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല, നമ്മൾ എങ്ങനെ നമ്മൾ ഫേസ് ചെയ്യാം, ഓരോ ഇന്റർവ്യൂ നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യാം എന്നുള്ളത് ബ്രീഫ് നോട്ട്, എന്നെ കൊണ്ട് പറ്റുന്നതും എനിക്ക് അറിയാവുന്നതുമായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇതിൽ കൂടുതൽ അറിയണമെങ്കിൽ നമുക്ക് ഒരുപാട് ഇന്റർവ്യൂ പേടിയാണ്, മണ്ടത്തിലാണ് കേട്ടോ. ഇന്റർവ്യൂ ഒരിക്കലും നമ്മൾ പേടിക്കാൻ പാടില്ല. കാരണം ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്ന പോലെയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് നമ്മൾ ഇംപ്രസ് ചെയ്യേണ്ട ഒരു എന്താണ് ഒരു ടാസ്ക് അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി എന്താ ഒരു ഇതാണെന്ന് ശരിക്കും ഇന്റർവ്യൂ എന്ന് പറയുന്നത്. കാരണം നമ്മള് ഫസ്റ്റ് നമ്മൾ അവർ മീറ്റ് ചെയ്യുന്ന ഇന്റർവ്യൂലാണ്. ആ ടൈമിൽ നമ്മൾ പേടിച്ചു കഴിഞ്ഞാല് നമ്മുടെ കയ്യിനെ പോകും. അറിയാലോ, പേടി വന്നാൽ അറിയാലോ, നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണെങ്കിലും അറിയാവുന്ന കാര്യമാണെങ്കിൽ പോലും നമ്മളോട് മറന്നു പോകും. നമുക്ക് നെർവസ് ആകും, നമ്മുടെ കൂടുതൽ ടെൻസ്ഡ് ആവും, നമുക്ക് ഒന്നും കിട്ടില്ല, നമ്മൾ ഫുള്ള് ബ്ലാക്ക് ഔട്ട് ആയി പോകും. ഓക്കെ, അതുകൊണ്ട് ഒരിക്കലും ഇന്റർവ്യൂ പേടിക്കാൻ പാടില്ല. പേടിച്ചു പോയത് പെട്ടെന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ പറ്റില്ല. അത് ഇംഗ്ലീഷ് ആയതുകൊണ്ടാണ്. കാരണം ഇംഗ്ലീഷ് പൊതുവേ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പേടിയാണ്. പിന്നെ എങ്ങനെയാ, ഞാൻ പറഞ്ഞില്ല, കുറേയൊക്കെ നിങ്ങൾക്ക് ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് മാറ്റാമായിരുന്നു. ഇനി അത് സമയം കഴിഞ്ഞു പറയുകയാണെങ്കിൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുന്ന ഒരു കാര്യം സെൽഫ് ഇൻട്രൊഡക്ഷൻ. ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ഇംഗ്ലീഷിൽ പഠിച്ചു വെക്കുക. അത് നിങ്ങൾ പോയി പ്രസന്റ് ചെയ്യാം. പിന്നീട് അത് ഷുവർ ആണ്, നിങ്ങൾക്ക് മറുപടി പറയാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, കംഫർട്ടബിൾ ആയി ഏത് ലാംഗ്വേജ് ആണോ അതിലെ മറുപടി പറയാൻ നോക്കാം. അവിടെ നിങ്ങൾ അവരുടെ ഫേസിൽ തന്നെ പറയാം, എനിക്ക് ഇംഗ്ലീഷ് അല്ല എന്ന് പറയാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ മലയാളത്തില് അവർ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്ക് നിങ്ങൾ കോൺഫിഡന്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ നോക്കുക. കോൺഫിഡന്റ് ആയിരിക്കണം, ബി കോൺഫിഡൻറ്റ്. നമ്മൾ ഏതൊരു ഇന്റർവ്യൂ ആണെങ്കിലും എന്ത് അറ്റൻഡ് ചെയ്യാൻ പോവാണെങ്കിലും നമ്മൾ കോൺഫിഡന്റ് ആയിരിക്കണം. അതാണ് അവർ ഏറ്റവും ആദ്യം നോക്കുന്നത്. അവർ നോട്ടീസ് ചെയ്യുന്ന ഒരു കാര്യം അതാണ്. അതാണ് നിങ്ങൾ സ്കില്ല്, ലാംഗ്വേജ് സ്കിൽ ഉണ്ടോ, ലാംഗ്വേജ് സ്കിൽ ഇമ്പോർട്ടന്റ് ആയ ജോബ് ഒക്കെ ഉണ്ട് കേട്ടോ. അവിടെ ചെന്നിട്ട് നമുക്ക് ആ സ്കില്ലില്ലെങ്കിൽ നിങ്ങള് ഇന്റർവ്യൂവിൽ പോയിട്ട് കാര്യമില്ല, പേടി കൊണ്ടുപോയി. ഓക്കെ, അതാണ് ഞാൻ പറയുന്നത്. ഇപ്പോ നിങ്ങൾ ഒരു ഇംഗ്ലീഷ് ടീച്ചർ ആയിട്ട് നിങ്ങൾ ഇന്റർവ്യൂവിന് ചെല്ലാണ്, ആ ഒരു ജോബ് നിങ്ങൾ അപ്ലൈ ചെയ്ത് ഇന്റർവ്യൂവിന് ചെല്ലാണെങ്കിൽ അവിടെ നമുക്ക് എന്ത് ആവശ്യമാണ്, ലാംഗ്വേജ് ആവശ്യമാണ്. കാരണം നമുക്ക് പക്ഷെ നിങ്ങൾ പോകുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ച ഒരു സ്റ്റുഡന്റ് പോകുന്നത് ഹോസ്പിറ്റൽ ബേസ് ചെയ്ത ഒരു കോഴ്സ് ആയിരിക്കാം. അവിടെ ലാംഗ്വേജ് ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ അത്രത്തോളം ലാംഗ്വേജ് നോക്കാത്ത നമ്മുടെ കാറ്റഗറീസ് ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ജോലിക്ക് പോകുമ്പോൾ ഒരു ലാംഗ്വേജ് സ്കില്ല് നോക്കണമെന്നില്ല. മനസ്സിലായോ? അപ്പൊ അങ്ങനത്തെ ജോലിക്കാണ് ഇന്റർവ്യൂവിനാണ് പോകുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും പേടിക്കണ്ട. ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ അവരുടെ ഇംഗ്ലീഷ് അറിയില്ലെന്ന് തന്നെ പറയാം. സെൽഫ് ഇൻട്രൊഡക്ഷൻ നമുക്ക് പഠിച്ചിട്ട് പോകാൻ പറ്റും, പക്ഷെ അവർ പിന്നീട് ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്ക് നമുക്ക് ഓൺ ദി സ്പോട്ടില് സ്പോണ്ടേനിയസ്ലി ആൻസർ പറയാൻ ബുദ്ധിമുട്ടായിരിക്കും ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ട്. സോ നിങ്ങൾ പറയാ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മലയാളത്തിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെയും ജോലി കിട്ടിയവരുണ്ട്, കിട്ടുന്നവരുണ്ട്. മനസ്സിലായോ? ബി കോൺഫിഡന്റ്, എപ്പോഴും കോൺഫിഡന്റ് ആയിട്ടിരിക്കുക. നിങ്ങളുടെ നല്ലതിനെ മാത്രം നോക്കിക്കൊണ്ട് കോൺഫിഡന്റ് ആയിരിക്കുക. എനിക്ക് അതില്ല, ഇതില്ല, എനിക്ക് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞാൽ അതിനെ കുറിച്ച് ചിന്തിക്കാതെ നിങ്ങൾ എന്താണോ
അതിൽ നിങ്ങൾ കോൺഫിഡന്റ് ആകും. മനസ്സിലായോ? അതാണ് നിങ്ങൾ. ഇനി നിങ്ങൾക്കൊരു ജോലിക്ക് വേണമെങ്കിൽ സ്കിൽ ഇമ്പോർട്ടന്റ് ആണ് എങ്കിൽ ആ സ്കില്ല് പഠിക്കുക, ആ സ്കില്ല് അച്ചീവ് ചെയ്യാൻ നോക്കുക, എന്നിട്ട് ഇന്റർവ്യൂവിന് പോവുക. നിങ്ങൾക്കൊരു കാര്യമില്ല എങ്കിൽ അത് പഠിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമല്ലേ? ലാംഗ്വേജ് സ്കിൽ ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകാത്തതും ആ ഒരു പേടി വരുന്നത്. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് പഠിച്ചുകൂടാ? എന്താണ് അങ്ങനെ ചിന്തിക്കാത്തത്? സമയമില്ലാന്ന് പറയുന്നതൊക്കെ മണ്ടത്തിലാണ്. ഒരിക്കലും സമയമില്ലാത്തവർ ആരും ഈ ലോകത്തില്ല. എല്ലാവർക്കും ഒരേപോലെ ഈക്വൽ സമയമാണ് ഉള്ളത്. 24 hours ആണ് എല്ലാവർക്കും ഉള്ളത്. അത് യൂട്ടിലൈസ് ചെയ്യുന്നവരും യൂട്ടിലൈസ് ചെയ്യാത്തവരുണ്ട്. മനസ്സിലായോ? ഹാർഡ് വർക്ക് ചെയ്യുന്നവർ ഹാർഡ് വർക്ക് ചെയ്യാത്തവരുണ്ട്. ഹാർഡ് വർക്ക് ചെയ്യുന്നവർ എവിടെയെങ്കിലൊക്കെ എത്തും, അച്ചീവ് ചെയ്യും. ചെയ്യാത്തവർ എത്തുമ്പോൾ നമ്മൾ അവിടെ തന്നെ നിൽക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തും പറ്റും. നിങ്ങൾ വിചാരിച്ചാൽ പറ്റാത്ത ഒന്നും തന്നെ ഇല്ല. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്നില്ല, അതാണ് സത്യം. നിങ്ങൾ എപ്പോഴും ഒന്നും വിചാരിക്കുന്നില്ല. ഇപ്പോഴും പറയും ഇന്റർവ്യൂ പേടിയാണ്. എന്തുകൊണ്ട് പേടിക്കുന്നു? അത് നിങ്ങൾ ചോദിച്ചു നോക്കി. നിങ്ങൾ സ്വയം ചോദിക്കൂ, നിങ്ങൾ എന്തിനാണ് ഇന്റർവ്യൂവിന് പേടിക്കുന്നത്? അതിനൊക്കെ ഒരു റീസൺ ഉണ്ട്. ആ റീസൺ കണ്ടെത്തി അതിനെ സോൾവ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അതാണ് നമ്മൾ ലൈഫിൽ ചെയ്യേണ്ടത്. ലൈഫിൽ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കൂ. ലാംഗ്വേജ് പ്രോബ്ലം ആണ്. ആ ലാംഗ്വേജ് പ്രോബ്ലം നിങ്ങൾ തന്നെ മാറ്റണ്ടേ? ഇത് ഞാൻ എത്രത്തോളം എല്ലാ ക്ലാസ്സിലും ഞാൻ വന്നിരുന്ന് പറഞ്ഞിട്ട് പോലും നിങ്ങൾ മാറ്റുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ്? നിങ്ങൾ സ്വയം മാറാൻ നോക്കുക. ഒരുപാട് എല്ലാ ക്ലാസ്സിലും ഞാൻ ഇങ്ങനെ വന്നിരുന്ന് പറയുന്നുണ്ട്. എല്ലാ ക്ലാസ്സിലും മിക്ക ക്ലാസ്സിലും ഞാൻ വന്ന് പറയുന്നുണ്ട്. ഇനി നിങ്ങൾ മാറാൻ നോക്കൂ, നിങ്ങൾ മാറ്റാം. നിങ്ങൾ മാറുമ്പോഴേ നിങ്ങളുടെ ലൈഫ് തന്നെ മാറും. സെൽഫ് കോൺഫിഡൻസ് വേണം. അതുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ ആലോചിക്കും. നിങ്ങൾ സ്വയം കുറച്ച് ക്വസ്റ്റ്യൻസ് സ്വയം ചോദിച്ചു നോക്കൂ. അത് ആ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടും. അത് നെഗറ്റീവ് ആണ് ആൻസർ എങ്കിൽ അതിനെ പോസിറ്റീവ് ആക്കാൻ നോക്കുക. മാക്സിമം നോക്കുക. ഞാനും നിങ്ങളെ പോലെ പേടിച്ചിരുന്നവരാണ്. ഒരു ഇന്റർവ്യൂവിന് പോകാൻ പേടിയാണ്. എനിക്ക് ടീച്ചർ ആകണമെന്ന് പറയുന്നത് എനിക്കൊരു ആഗ്രഹമാണ്. ആഗ്രഹം വെച്ചുകൊണ്ടിരുന്നു. ഇംഗ്ലീഷ് അറിയില്ല. എന്റെ ഒരു ഏറ്റവും വലിയൊരു പ്രോബ്ലം ആയിരുന്നു ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ളത്. ഇംഗ്ലീഷ് ടീച്ചർ ആകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇംഗ്ലീഷ് അറിയില്ല. അപ്പൊ ചിന്തിച്ചപ്പോ എന്താണ്, എനിക്ക് ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ടാണ് എന്റെ മെയിൻ പ്രോബ്ലം. അത് അറിഞ്ഞാൽ തന്നെ എനിക്ക് എന്റെ പകുതി പ്രശ്നം എന്റെ സോൾവ് ആയി. ഒരു ഡോർ ഓപ്പൺ ആവുകയും ചെയ്യും. സോ ധൈര്യമായിട്ട് ഫേസ് ചെയ്തു. ഓരോ വരുന്ന എല്ലാ പ്രോബ്ലംസും ഞാൻ ഫേസ് ചെയ്തു. ഇപ്പൊ ഇവിടെ വരെ എത്തി. ഞാൻ ഫേസ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ ഇരുന്നേനെ. എനിക്ക് ഇങ്ങനൊരു ഒരുപാട് സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ പറ്റില്ല. എനിക്ക് എന്റെ ആഗ്രഹം ഫോളോ ചെയ്യാൻ പറ്റില്ല, ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ ഞാൻ എന്റെ എല്ലാം ഫേസ് ചെയ്തുകൊണ്ട് എനിക്ക് കിട്ടിയതാണ്. മനസ്സിലായോ? നമ്മൾ വിചാരിച്ചാൽ നമുക്ക് അതൊക്കെ ഒന്നുമില്ല. അതെന്റെ ലൈഫ് കൊണ്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. എക്സ്പീരിയൻസ് എന്നാണ് ഞാൻ നിങ്ങളെ പറയുന്നത്. ഓക്കെ, എനിക്ക് നിങ്ങളെ പറയാൻ തന്നെയല്ലേ ഉള്ളൂ. ആലോചിച്ചോക്കി, ശരിയല്ലേ? ഞാൻ നിങ്ങളെക്കാളും ഏജ്ഡാണോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ നിങ്ങളെ ഏജ്ഡാണെന്ന്? ആണോ? റംഷീനേക്കാൾ ഏജ്ഡാണ് കേട്ടോ. ബാക്കി ആണോ? ഞാൻ നിങ്ങളെക്കാൾ ഏജ്ഡാണോ? അല്ല. എനിക്ക് ഇവിടെ എത്താൻ പറ്റുമെങ്കിൽ നിൽക്കാൻ പറ്റില്ലേ? ഞാൻ എന്നാലും എന്റെ ആഗ്രഹം ഇപ്പോഴും എന്റെ ആഗ്രഹം ടീച്ചർ ആകണം എന്നാണ്. പക്ഷെ എനിക്ക് ഇതിലും വലിയൊരു ആഗ്രഹമുണ്ട്. ഞാൻ അതിന്റെ പുറകെയാണ് ഇപ്പോഴും. കാരണം എനിക്ക് ലൈഫ് ഒന്നേ ഉള്ളൂ. എനിക്ക് ആ ലൈഫ് മാക്സിമം എൻജോയ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. മനസ്സിലായോ? എനിക്ക് ഞാൻ ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാതെ പറ്റില്ല. ആഗ്രഹങ്ങൾ മാത്രം വെച്ചുകൊണ്ടിരുന്നൊരു കാര്യമില്ല. അതിന് വേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. എന്നാലേ ആഗ്രഹം നമുക്ക് നടത്താൻ പറ്റൂ. മനസ്സിലായോ? ആ നടക്കുന്ന ആ ഒരു ആഗ്രഹങ്ങൾ നമ്മൾ എത്രത്തോളം സന്തോഷിക്കുന്ന അറിയോ? ആ ഓരോ മൊമെന്റും ആലോചിച്ച് നോക്കി. നിങ്ങൾക്കിപ്പോ ഈ ക്ലാസ് കേൾക്കുന്നവരുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളെപ്പോലെ എനിക്കും അറിയാം. മനസ്സിലായോ? അതിനുവേണ്ടി ആ വലിയ ആഗ്രഹം ഞാൻ അറിയില്ല. ടീച്ചറാണ് കേട്ടോ, മെയിൻ ആയിട്ട് ടീച്ചർ തന്നെയാണ്. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ലെവലിൽ ഒരു ടീച്ചർ ആകണം എന്ന് ഭയങ്കര ആഗ്രഹം. ഓക്കെ, അതൊക്കെ ഒരു സ്റ്റാർട്ടിങ് ആണ്. ഇവിടെ നിന്ന് തുടങ്ങാം. പയ്യെ തുടങ്ങാണല്ലോ. നടക്കട്ടെ. നടക്കാൻ എവിടെ പോകാനല്ലേ? നടക്കണം. ഓക്കെ, അപ്പൊ അതിനു വേണ്ടി മാക്സിമം നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ആഗ്രഹത്തിന് ലെക്ചർ ആവാനാണെന്ന് വെച്ചാൽ ലെക്ചർ അങ്ങനെ പൊസിഷൻ ഒന്നുമില്ല അല്ലേ? പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്ന ലെവലിലുള്ള ടീച്ചറാണ്.
പിന്നെ എന്താണ് എന്നെ കൊണ്ട് ഞാനിപ്പോ ഒരുപാട് ബാച്ച് ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. എന്നെ കൊണ്ട് എനിക്ക് പറ്റാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് ഏറ്റവും വലിയൊരു കാര്യമല്ലേ എന്ന് ആലോചിച്ച് നോക്കി. അല്ലെ, ഞാൻ ഇപ്പോ എന്റെ അമ്മ എപ്പോഴും പറയായിരുന്നു, ഇംഗ്ലീഷ് അറിയില്ല എന്ന് പേടിച്ചിട്ട് ഞാൻ മാറിയുന്ന ഒരാളാണ്. എന്തൊരു ടീച്ചറിന് എന്ത് വേക്കൻസി ആണ് ഞാൻ പറയും, ഞാൻ പോകില്ല. അമ്മ പറയും ഇംഗ്ലീഷ് അറിയില്ല. ഞാൻ ഇംഗ്ലീഷ് അറിയാത്താണ് ഞാൻ എങ്ങനെ ടീച്ചർ ആകും, ഞാൻ എങ്ങനെ കുട്ടികളെ പഠിപ്പിക്കും എന്ന് വിചാരിച്ച ഒരാളാണ്. പക്ഷെ എനിക്ക് ഇംഗ്ലീഷ് അറിയാമായിരുന്നു. കാരണം എന്തുകൊണ്ടാണെന്ന് അറിയാം, എനിക്കറിയാം പല കാര്യങ്ങളും എനിക്ക് അറിയാമായിരുന്നു. പക്ഷെ ഞാനത് യൂസ് ചെയ്തിട്ടില്ല. മനസ്സിലായോ? ഞാനത് പഠിപ്പിച്ചിട്ടില്ല. പഠിപ്പിക്കുമ്പോഴല്ലേ നമുക്ക് അത് ആ ഒരു ടോപ്പിക് അറിയോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അല്ലെ, ഞാൻ ആരെയും അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നു. എനിക്ക് ടീച്ചർ ആയതിനു ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഒരുപാട് കാര്യം എനിക്ക് അറിയാം. ഞാൻ ഇംഗ്ലീഷിൽ അത്യാവശ്യം എനിക്ക് നോളജ് ഉണ്ട്. അത്യാവശ്യം പെർഫെക്റ്റ് ആണെന്ന് ഞാൻ എപ്പോഴും പറയുന്നത്. ഐ എം നോട്ട് പെർഫെക്റ്റ്. ഓക്കെ, പക്ഷെ എനിക്ക് അങ്ങനെ ഒരു കഴിവുണ്ടായിരുന്നു. ഞാൻ തിരിച്ചറിഞ്ഞത് ആ ഒരു ഫീൽഡിലേക്ക് വന്നേ പിന്നെയാണ്. മനസ്സിലായോ? നമ്മൾ എന്തൊരു കാര്യവും നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്കത് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നത്. ചെയ്യാൻ ആദ്യം ശ്രമിക്കുക. മനസ്സിലായോ? ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ല നിങ്ങൾ എല്ലാവരും പറയുന്നില്ലേ? നിങ്ങൾ ശ്രമിച്ചു നോക്കി, നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും. നമുക്ക് മനുഷ്യന്മാർക്ക് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ഈ മനുഷ്യൻ എന്ന് പറയുന്നത്. എന്തും പറ്റും. സംസാരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് വെറുതെയാണ്, മടിയാണ്. അത് മടി കൊണ്ടാണ്. മനസ്സിൽ വരുന്ന കാര്യം നാട്ടിൽ വരുന്നത് എന്തുകൊണ്ടാണ്? നാട്ടിൽ വെത്താഞ്ഞിട്ടാണ് കേട്ടോ. മനസ്സിൽ വരുന്ന കാര്യം എവിടെയെങ്കിലും ഒന്ന് പോയി സെർച്ച് ചെയ്ത് നോക്കി, ആ വേർഡ് കിട്ടും. അപ്പൊ പിന്നെ നാട്ടിൽ വന്നോ? നാട്ടിൽ വന്ന കാര്യം പിന്നെ മറക്കുവോ? ഒരിക്കലും ഇല്ല. ഒരു വേർഡ് കിട്ടുന്നില്ലെങ്കിൽ ആ വേർഡ് അന്വേഷിക്കുക, ആ വേർഡ് ഇംഗ്ലീഷ് നോക്കി വെക്കുക. അത് പിന്നീട് അത് പറയാൻ നോക്കുക. പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അത് യൂസ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. നിങ്ങളുടെ ഡേ ടു ലൈഫിൽ പറയുന്ന ഓരോ സെന്റൻസ് നിങ്ങൾ മലയാളത്തിൽ എഴുതി വെക്കൂ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമില്ലേ? മലയാളത്തിൽ എഴുതി വെക്കൂ. എന്നിട്ട് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ അതും എഴുതി വെക്കൂ. എന്നിട്ട് ആ മലയാളം പറയുന്ന സ്ഥലത്ത് ഇനി മുതൽ ഇംഗ്ലീഷ് പറയാൻ നോക്കണം. അങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. മനസ്സിലായോ? നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടില്ലേ? ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടില്ലേ? കിട്ടോ? കിട്ടും. ഇപ്പൊ ഫോണിൽ എല്ലാം ഉണ്ടല്ലോ, അല്ലേ? നേരെ എണീക്കൂ എന്നൊക്കെ പറയുന്ന നിങ്ങൾ ഒരു ദിവസം നിങ്ങൾ എന്തെല്ലാം മലയാളം സംസാരിക്കുന്നുണ്ട്, എന്തെല്ലാം സെന്റൻസ് സംസാരിക്കുന്നുണ്ട്, അതൊക്കെ തന്നെ നോട്ട് ചെയ്ത് വെച്ചിട്ട് അതിന് ഇംഗ്ലീഷ് ഒന്ന് കണ്ടുപിടിച്ചേ. നിങ്ങൾ എന്തായാലും സംസാരിക്കും. നിങ്ങളെ കൊണ്ട് പറ്റും. വേറെ ആരും നിങ്ങളെ കൊണ്ട് പറ്റുമെന്ന് പറഞ്ഞില്ലെങ്കിലും ഞാൻ പറയും നിങ്ങളെ കൊണ്ട് പറ്റും. ഇത്രയും നാളായ 6 മാസം കൊണ്ട് എനിക്ക് നിങ്ങളെ അറിയാം. 6 മാസത്തിനൊരു ഡ്യൂറേഷൻ ഉണ്ട്, അല്ലെ? അത്യാവശ്യം എനിക്ക് നിങ്ങളെ അറിയാം. നിങ്ങൾ എന്നോട് മിണ്ടിയില്ലെങ്കിൽ പോലും നിങ്ങളുടെ ഉള്ളിൽ എന്താണെന്ന് എനിക്കറിയാം. ഞാൻ ഇതുവരെ പറഞ്ഞ എല്ലാം സത്യമല്ലേ? നിങ്ങളുടെ ഉള്ളിൽ ആഗ്രഹങ്ങളില്ലേ? ഉണ്ടോ? ഓരോരുത്തരുടെ ഉള്ളിൽ ആഗ്രഹങ്ങളില്ലേ? നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹമില്ലേ? ഇതെല്ലാം നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടാണ്. എനിക്ക് അറിയാം, നിങ്ങൾ എനിക്ക് അറിയാം. ഈ 6 മാസം കൊണ്ട് എനിക്ക് നിങ്ങളെ നന്നായിട്ട് അറിയാം. പക്ഷേ പഠിക്കണം ആഗ്രഹമുണ്ട്, ഇതൊന്നും നടക്കുന്നില്ല. ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകാം. അതൊക്കെ അവിടെ നടക്കട്ടെ, അതൊക്കെ ഒരു വശത്ത് നടക്കട്ടെ. ലൈഫില് പ്രശ്നങ്ങളില്ലാത്ത ലൈഫ് ഇല്ലാന്നേ. ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കുന്നില്ല, എന്റെ ലൈഫിൽ എന്താ പ്രശ്നങ്ങളെന്ന് നിങ്ങൾക്ക് അറിയോ? ഇല്ല. ഇത്രയേ ഉള്ളൂ. മനസ്സിലായോ? അങ്ങനെ നടക്കും. പ്രശ്നങ്ങളില്ലാത്ത ഒരാളും ഇപ്പോ സന്തോഷിക്കുന്ന ഏതൊരാളുടെ ലൈഫിലും സങ്കടം വരാൻ അധികം നേരമൊന്നും വേണ്ട. ഒരു സന്തോഷം ഉണ്ടെങ്കിൽ അപ്പുറം സങ്കടം എന്തായാലും ഉണ്ട്. മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങൾ പുറമേ കാണുന്നവരല്ല എല്ലാവരും എന്ന് ആദ്യം വിചാരിക്കുക. നിങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. ഞാൻ കാണുന്ന പോലെയല്ല നിങ്ങളുടെ ലൈഫിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെന്നും നിങ്ങൾ പറയാതെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ ഒരുപാട് ക്ലാസ് കേൾക്കുന്നതാണ്, കാണുന്നതാണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മാത്രമല്ല, ഞാൻ മോണ്ടിസോറി എടുക്കുന്നുണ്ട്. ഒരു എക്സ്പീരിയൻസ് ഞാൻ കേൾക്കുന്നുണ്ട്. സോ എനിക്കറിയാം, ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാം. സോ അതൊക്കെ അവിടെ നടക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കുറച്ച് നേരങ്ങൾ മാറ്റി വയ്ക്കാൻ നോക്കുക. ആ ഒരു കുറച്ച് സമയങ്ങളിൽ നിങ്ങൾ സന്തോഷമായിരിക്കും. അതിനുവേണ്ടി ഫോളോ ചെയ്യുക, അതിനുവേണ്ടി പഠിക്കുക. നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്നത് എന്താണോ അത് നിങ്ങൾ ചെയ്യുക. ഒരു 1 മണിക്കൂർ ആയിക്കോട്ടെ, അരമണിക്കൂർ ആയിക്കോട്ടെ, 10 മിനിറ്റ് ആയിക്കോട്ടെ. ആ 10 മിനിറ്റ് ആണെങ്കിൽ പോലും നിങ്ങൾ അത്രയും നേരം നിങ്ങൾ സന്തോഷിക്കില്ലേ? അത് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ക്ലിയർ? ഓക്കെ മാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ക്ലാസ് ഒന്നും ആയിരുന്നില്ല. കുറച്ച് ചുമ്മാ ഒന്ന് സംസാരിച്ചു. എനിക്ക് നിങ്ങളോട് സംസാരിക്കണമെന്നുണ്ട്. അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ സംസാരിക്കാം. ഓക്കെ, സോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഫോളോ ചെയ്യാം എല്ലാവരും.
ഓക്കെ, എന്നെ കൊണ്ടാവുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോ ഞാൻ പറഞ്ഞ പോലെ ആർക്കെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു നിമിഷനോട് പറഞ്ഞ പോലെ അതൊന്ന് ട്രൈ ചെയ്യാം, ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാം, നമുക്ക് സംസാരിക്കാവുന്നതാണ്. ഓക്കെ, എന്താണെങ്കിലും നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാം കേട്ടോ. ഇംഗ്ലീഷ് ആണോ എന്താണെങ്കിലും സംസാരിക്കാം. ആസ് എ ഫ്രണ്ട് ആയിട്ടോ ആസ് എ ടീച്ചർ ആയിട്ടോ നിങ്ങൾക്ക് എന്നെ കാണാവുന്നതാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. So thank you all. See you on the next class. Okay, bye. താങ്ക് യു മാം. താങ്ക് യു.